പണ്ട് പണ്ട് നമുക്കും ഒരു കാലമുണ്ടായിരുന്നു. നമ്മൾ ആരുടെയും അടിമകളല്ലാത്ത കാലം. മാവേലി മണ്ഡുവിൻ്റെ കാലമായിരുന്നു അത്. കാട് വെട്ടി വിത്തിറക്കാനും കാത്തിരുന്ന് വിളവെടുക്കാനും അറിയാവുന്ന ചെറിയ മന്ത്രമായിരുന്നു അത്. പുഴയിൽ നിന്ന് വെള്ളം തിരിച്ച് കൃഷി നനയ്ക്കാൻ അറിയുന്നവരായിരുന്നു. കൂട്ടായി പണി ചെയ്തും വിളയെടുത്തും ഉള്ളതിൽ പങ്കിട്ടും കഴിഞ്ഞവരായിരുന്നു. മാവേലി മണ്ഡുവായിരുന്നു മൺറുക്കാർനൂർ. അവിടെ അടിയാനും പണിയനുമില്ലായിരുന്നു, കുറിച്യനും കുറുമനുമില്ലായിരുന്നു, നായരും നമ്പ്യാരുമില്ലായിരുന്നു. എല്ലാവരും മനുഷ്യർ, കള്ളവും ചതിയുമില്ലാത്ത സാധാരണ മനുഷ്യർ. അവരങ്ങനെ സ്വൈര്യമായി കഴിയുന്ന കാലത്ത് 3 കള്ളത്തമ്പുരാക്കന്മാർ അവിടെ വന്നു. മനുഷ്യൻ്റെ കള്ളച്ചിരിയായിരുന്നു അവരുടേത്. മാവേലി മണ്ഡു അവരെ ഹൃദയം തുറന്നിരുത്തി. തക്കം കിട്ടിയ നേരത്ത് ആ തമ്പുരാക്കൾ ചതികാട്ടി മണ്ണും മൺറവും തകർത്തു. ചതിയറിഞ്ഞ കാർന്നോര് മണ്ണും മൺറവും ചോദിച്ചു. മൂക്കിലിടിച്ച് മാവേലി മണ്ഡുവിനെ താഴെയിട്ടു തമ്പുരാക്കൾ. മൺറ മണ്ണിൽ കാർന്നോരുടെ ചോര വീണു. തുമ്പപ്പൂക്കളും കരച്ചിലുമായി ഓടി വന്ന മാവേലി മണ്ഡുവിൻ്റെ മകളെയും മാവേലി മണ്ഡുവിനെയും മൺറ മക്കൾ ആരും പിന്നെ കണ്ടില്ല. മൺറ മക്കൾ അമ്പരപ്പോടെ 4 പാടും പാഞ്ഞു. ഏടക്കൊക്കെ പാഞ്ഞിട്ടെന്താ, കള്ളത്തമ്പുരാക്കൾ ഓരെ തടുത്തുകൂട്ടി. നിറങ്ങളുടെ പേരിൽ ഉടച്ച് 108 കുലവും 108 ചാതിയും ഉണ്ടാക്കി. എല്ലാവരും കേൾക്കാൻ 4 ഭാഗത്തായി ഒരു വിളിച്ചു പറഞ്ഞു, കേട്ടോളി മക്കളെ, വിരാട് പുരുഷൻ എന്ന പുരുഷൻ്റെയാണ് ഈ ലോകം. ഞങ്ങൾ വിരാട് പുരുഷൻ്റെ വായിൽ നിന്നും കയ്യിൽ നിന്നും നെഞ്ചിൽ നിന്നും വന്നവർ. നിങ്ങൾ ഞങ്ങളുടെ അടിമകളെ, ഞങ്ങൾ പറയുന്നത് ചെയ്യലാണ് ഇനി നിങ്ങളുടെ പണി. ഇതെല്ലാം ഞങ്ങളുടെ ലോകം. ഈ വയലുകളൊക്കെ വലുതാക്കാൻ, ഈ കുന്നുകളൊക്കെ തോട്ടങ്ങളാക്കാൻ അടിമകളെ എണീക്കിൻ. 2024 സെപ്റ്റംബർ 1 ഈ ലോകത്തെ ജീവിതം എന്നേക്കും അവസാനിപ്പിച്ച KJ ബേബിയുടെ 1994 നോബൽ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മാവേലി മണ്ഡം എന്ന നോവലിൽ ജവരപ്പെരുമാൻ ഈരക്ക് പറഞ്ഞു കൊടുക്കുന്ന പഴങ്കഥയാണിത്. ഇതിൽ ഭൂമിയുണ്ട്, ഭൂമിയിലുള്ള മനുഷ്യരുണ്ട്, അവർ വേർപെട്ട കഥയുണ്ട്. അവർ വനത്തിനുള്ളിൽ അകപ്പെട്ടു പോയ, പുറം ലോകം പരിഷ്കൃതനെന്ന് നാട്ടിനടിക്കുമ്പോഴും തങ്ങളുടെ ചുറ്റുമുള്ള ഭൂമിയിൽ എന്തെങ്കിലും മാന്തിക്കിളച്ച് നടാൻ വെമ്പൽ കൊണ്ട, ഒടുക്കം വന്നവരെല്ലാം അധികാരം സ്ഥാപിച്ച് മൃഗതുല്യ ജീവിതം നയിച്ച് മണ്ണിലൊടുങ്ങിപ്പോയ കേരളത്തിൻ്റെ പതിവ് ഭൂപ്രകൃതിയിൽ നിന്നും ഉയരങ്ങൾക്കപ്പുറം ജീവിച്ച ഒരു കൂട്ടം മനുഷ്യർ ആ നോവലിലുണ്ട്. എന്തെങ്കിലും കിളച്ചു നട്ട് വിളയിച്ച് ഭക്ഷണമാക്കി മാറ്റി ഒരു നേരമെങ്കിലും വിശപ്പകറ്റാൻ പാടുപെട്ട ഒരു ജനത ഒരു തുണ്ട് ഭൂമിക്കായി സമരം ചെയ്യുന്നു. ഭൂമി ചോദിച്ചവർക്ക് ഭരണകൂടത്തിൻ്റെ തോക്കുകൾ മറുപടി നൽകുന്നു. ഇന്നേക്ക് 22 വർഷം മുമ്പ് നിസ്സഹായരായ ഒരു വിഭാഗം മനുഷ്യരെ മൃഗതുല്യമായ ജീവിതത്തിനും വേട്ടയ്ക്കും വേണ്ടി വിട്ടുകൊടുത്ത കോൺഗ്രസിൻ്റെ കിരാതനീതി മുത്തങ്ങ. കേരള ജനസംഖ്യയുടെ 2% താഴെ മാത്രം വരുന്ന ആദിവാസി വിഭാഗത്തിന് കേരളത്തിൻ്റെ ചരിത്രത്തിലുടനീളം പ്രാധാന്യമുണ്ട്. കേരളം മുഴുവനായും സാമ്രാജ്യത്വത്തെ എതിർക്കുന്നതിനു മുൻപ് 1800-1805 കാലത്ത് പഴശ്ശിയോടൊപ്പം ബ്രിട്ടനെതിരെ പൊരുതി നിന്ന കഥ വയനാടൻ ആദിവാസികൾക്കുണ്ട്. അതിനുമപ്പുറം 1812 കുറിച്യ വിഭാഗം മാത്രമായി ബ്രിട്ടനെതിരെ കനത്ത പ്രതിഷേധം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ പിന്നീടുള്ള കാലം ആദിവാസി ജനതയ്ക്ക് അത്ര മികച്ചതായിരുന്നില്ല. കരിന്തണ്ടം കാണിച്ച വഴിയിലൂടെ ഇംഗ്ലണ്ട് വയനാടിൻ്റെ ഉയരങ്ങളിലേക്ക് പുതിയൊരു വഴി വെട്ടുന്നു. കാപ്പിക്കും തേയിലക്കും പറ്റിയ തണുപ്പിൽ വൈദേശികർ പുതിയ തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. അതിൻ്റെ പരിപാലനത്തിനുള്ള അടിമ ജീവിതത്തിലേക്ക് അതോടെ ആദിവാസി ജീവിതം കടക്കുന്നു. ബ്രിട്ടീഷ് കാലം മുതൽ ആരംഭിച്ച വനസംരക്ഷണ നിയമം എന്ന പേരിൽ നടത്തിയ നിയമങ്ങളുടെ പരമ്പരകൾ 1878, 972, 980, 2006 ഇവയൊന്നും അവരുടെ അടിസ്ഥാന ജീവിതത്തെ ഉയർത്താൻ ഉതകുന്നതായിരുന്നില്ല. ഇതിൽ 1980 നിയമത്തോടെ തങ്ങൾ ജനിച്ചു വളർന്ന കാട്ടിൽ നിന്നും ആദിവാസികൾ അന്യാധീനപ്പെട്ടു പോകുന്നു. ഭൂമി മാത്രമല്ല, അവരുടെ ജീവിതമാർഗമായ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനും ആ നിയമം വിലക്കേർപ്പെടുത്തുന്നുണ്ട്. ഇതോടെ ആദിവാസികളുടെ വനം കേന്ദ്രീകരിച്ച ജീവിതമാർഗം നിയമവിരുദ്ധമായി മാറുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച 20 പരിപാടികളിൽ പ്രധാന വിഷയമായി ആദിവാസി ക്ഷേമം വന്നെങ്കിലും കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന കേരളത്തിൽ K. കരുണാകരൻ അത് പരിഗണിക്കുന്നേ ഉണ്ടായിരുന്നില്ല. വ്യാജരേഖയിൽ, ഭീഷണിയിൽ, മദ്യത്തിൻ്റെയും വാഗ്ദാനങ്ങളുടെയും പ്രലോഭനങ്ങളിൽ വീണ് ഗോത്രവർഗ്ഗങ്ങളുടെ ഭൂമി മുതലാളിമാർ തട്ടിയെടുക്കുന്ന പ്രവണത അപ്പോഴേക്കും വ്യാപകമായിരുന്നു. 1992 മുതൽ തന്നെ ചെറുതും വലുതുമായ ആദിവാസി പ്രക്ഷോഭങ്ങൾ വയനാട്ടിൽ ആരംഭിക്കുന്നുണ്ട്. ഏതാണ്ട് ഇതേ കാലയളവിൽ CK ജാനു സമരങ്ങളുടെ മുന്നണിയിലേക്ക് കടന്നു വരുന്നു. 21ാം നൂറ്റാണ്ടിൻ്റെ ആരംഭങ്ങൾ ആദിവാസികളെ സംബന്ധിച്ച് അത്ര നല്ല ഓർമ്മകളല്ല. അപ്പോഴേക്കും അവർക്കിടയിൽ പട്ടിണി മരണങ്ങൾ വ്യാപിക്കുന്നു. അതോടെ CK ജാനു ആദിവാസികളുടെ അവകാശ പോരാട്ടങ്ങൾക്കായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവകാശ സംരക്ഷണ ജാഥ നടത്തി.
2001 CK ജാനുവിന്റെ നേതൃത്വത്തിൽ 2 വിഭാഗങ്ങളായി തിരിഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിയുടെ വീട്ടുപടിക്കലും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലും കുടിൽക്കെട്ടി സമരം ആരംഭിച്ചതോടെ അന്നേ വരെ കേരളം കണ്ടിട്ടില്ലാത്ത സമരത്തിലേക്ക് ആദിവാസികൾ കാലെടുത്തു വെക്കുന്നു. 30 പേരിൽ തുടങ്ങിയ സമരം ദിവസങ്ങൾക്കുള്ളിൽ 2000-ത്തിലധികം വരുന്ന ജനസഞ്ചയമായി മാറുന്നു. സമരത്തെ ആദ്യമൊന്നും ആന്റണി സർക്കാർ പരിഗണനക്കെടുക്കുന്നില്ല. സർക്കാരിന്റെ ഓണാഘോഷ പരിപാടി വലിയ അലങ്കാരങ്ങളോടെ സമരക്കാരുടെ മുന്നിലെത്തുന്നു. ആദിവാസി കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോഴാണോ ഈ ദൂർത്തി എന്ന് ചോദിച്ച് സമരക്കാർ ഘോഷയാത്ര തടയുന്നു. ഇതോടുകൂടി സംഘർഷാവസ്ഥ ഉടലെടുക്കുന്നു. ജാനു ഉൾപ്പെടെ നിരവധി പേർ കസ്റ്റഡിയിലാവുന്നു. സമരം തുടങ്ങി 48 ദിവസത്തിന് ശേഷം ആന്റണി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവുന്നു. 9 മന്ത്രിമാരും 30 ഒഫീഷ്യൽസും ഉൾപ്പെടുന്നതായിരുന്നു ഒത്തുതീർപ്പ് ചർച്ച. ആദിവാസികൾക്ക് 5 ഏക്കർ ഭൂമി ലഭ്യമാകുന്ന ഇടത്ത് നൽകുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തു. ജീവിതം മെച്ചപ്പെടുത്താൻ മറ്റ് നിരവധി വാഗ്ദാനങ്ങളും സർക്കാർ മുന്നോട്ട് വെച്ചു. 1 വർഷത്തെ സമയപരിധിയാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. ആന്റണിയുടെ ഉറപ്പിൽ ആ സമരം അവസാനിക്കുന്നു. കൊടുത്ത വാക്കുകളെ ആന്റണിയും കോൺഗ്രസും മറന്നു. വാക്കുകളുടെ ഉറപ്പിൽ ആദിവാസി വിഭാഗം സ്വപ്നം കണ്ട് മുന്നോട്ട് പോയി. ഒടുവിൽ വർഷം 1 കഴിഞ്ഞപ്പോൾ ആന്റണിയുടെ വാക്ക് പാഴ്വാക്കാണെന്ന് അവർക്ക് ബോധ്യമായി. മുഖ്യമന്ത്രിയുടെ രേഖയും കരാറും ജലരേഖകളായി. ആദിവാസി ജനതയുടെ ആവശ്യങ്ങൾ വനരോധനങ്ങളായി. 2003 മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. അത് UDF സർക്കാർ നേതൃത്വത്തിലുള്ള ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റായിരുന്നു. മുത്തങ്ങ ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വിൽക്കാനൊരുങ്ങുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. 2003 ജനുവരി 5-ന് CK ജാനുവിൻ്റെയും M ഗീതാനന്ദൻ്റെയും നേതൃത്വത്തിൽ മുത്തങ്ങ കേന്ദ്രീകരിച്ച് കുടിൽക്കെട്ടി സമരം ആരംഭിച്ചു. 1975 കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ബിർളയുടെ യൂക്കാലി തോട്ടങ്ങൾക്ക് വേണ്ടി ആദിവാസികളെ കുടിയിറക്കി വിട്ടത് മുത്തങ്ങയിൽ നിന്നായിരുന്നു. ആ ഭൂമി അവർ സമരഭൂമിയാക്കി മാറ്റി. മുത്തങ്ങയിലെ കുടിൽക്കെട്ടി സമരം അക്ഷരാർത്ഥത്തിൽ ആദിവാസി ഊരുകളുടെ പുനഃസ്ഥാപനമായിരുന്നു. നിരവധി കുടുംബങ്ങൾ മുത്തങ്ങയിലെത്തി താമസമുറപ്പിച്ചു. ഗോത്രപഞ്ചായത്ത്, കൃഷി, പാഠശാല തുടങ്ങിയവ അവിടെ ആരംഭിച്ചു. സമരം തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തദ്ദേശീയരും സമരക്കാരും ഉരസലാരംഭിക്കുന്നുണ്ട്. സമരം തകർക്കാൻ വനം വകുപ്പ് ശ്രമിച്ചെന്നാരോപിച്ച് ചില വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയതോടെ സമരത്തിന്റെ സ്വഭാവം മാറുന്നു. സർക്കാർ പോലീസ് നടപടിയിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചു. കണ്ണൂരിൽ നിന്നുൾപ്പെടെ വൻ പോലീസ് സന്നാഹത്തെയും വനപാലകരെയും മുത്തങ്ങയിലേക്ക് നിരത്തി. 2003 ഫെബ്രുവരി 19 നേരം പുലർന്നപ്പോൾ എല്ലാ സമരക്കാരും സാധാരണ പോലെ എഴുന്നേറ്റ് ഭക്ഷണമുണ്ടാക്കലും മറ്റു ജോലികളിലേക്കും തിരിഞ്ഞു. എന്നാൽ കാടിളക്കി പോലീസ് സമരസ്ഥലത്തേക്ക് ഇരച്ചു കയറി. വെടിവെപ്പും ഗ്രനേഡ് ശബ്ദങ്ങളും കൊണ്ട് മുത്തങ്ങയുടെ കാടുകൾ വിറച്ചു. കെട്ടിയുണ്ടാക്കിയ ആദിവാസി ഊരുകൾ തീവെച്ചുകൊണ്ട് പോലീസ് വിഭ്രാന്തി പടർത്തി. പരമ്പരാഗത ആയുധങ്ങളായ അമ്പും വില്ലും കൊണ്ട് സമരത്തെ നേരിടാൻ ആദിവാസികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പ്രതിരോധത്തിന് പര്യാപ്തമായിരുന്നില്ല. ഒരാളെ കായികമായി നേരിടുന്നതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് പേപ്പട്ടിയെ തല്ലുന്നത് പോലെ ആദിവാസികളെ ആന്റണിയുടെ പോലീസ് തല്ലിച്ചതച്ചു. ജോഗി എന്ന ആദിവാസി യുവാവും വിനോദ് KV എന്ന പോലീസ് ഉദ്യോഗസ്ഥനും സംഭവസ്ഥലത്ത് മരിച്ചു വീണു. മരിച്ച ആദിവാസികളുടെ എണ്ണം 5 ആണെന്നും ആന്റണി സർക്കാർ മറച്ചുവെച്ചതാണെന്നും ജാനു ഉൾപ്പെടെ പിന്നീട് ആവർത്തിക്കുന്നുണ്ട്. മുത്തങ്ങയെ നിർദ്ദയം പോലീസ് അടിച്ചമർത്തി. സമരാനന്തരം ആദിവാസികൾ നേരിട്ടത് മനുഷ്യരക്തം മരവിക്കുന്ന മർദ്ദനമായിരുന്നു. CK ജാനുവും M ഗീതാനന്ദനും കുട്ടികൾക്ക് ക്ലാസ് എടുത്ത KK സുരേന്ദ്രൻ എന്ന അധ്യാപകനും പോലീസിന്റെ 3ാം മുറയ്ക്ക് സമാനമായ മർദ്ദനത്തിന് വിധേയരായി. 780 പേർ 12 കേസുകളിലായി കുറ്റവാളികളായി. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ ആജീവനാന്തം കിടപ്പിലായി. 80, 82, 85 വയസ്സുള്ള 6 അമ്മമാരുടെ പേരിൽ കൊലക്കുറ്റം ചാർത്തപ്പെട്ടു. 8 മാസം പ്രായമുള്ള കുഞ്ഞു തൊട്ട് 17 വയസ്സുവരെയുള്ള 150 കുട്ടികൾ അറസ്റ്റിലായി. മർദ്ദനം നേരിട്ട് അതേ മാസം ആശുപത്രിയിലായ 3 പേർ നരകയാതന അനുഭവിച്ച് മരണപ്പെട്ടു. പോലീസിന്റെ തേർവാഴ്ചയെ ഭയന്ന് ഉൾക്കാട്ടിലേക്ക് ഒളിച്ചോടിയ കുടുംബത്തിലെ 9 മാസം പ്രായമുള്ള കൈക്കുഞ്ഞ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരണപ്പെട്ടു. കണ്ണീരോടെ അച്ഛനും അമ്മയും ഒരു കുഴിയെടുത്ത് ഉൾക്കാട്ടിൽ തന്നെ അവനെ യാത്രയാക്കി. തീവെപ്പിൽ 600 ഹെക്ടർ ഭൂമിയെങ്കിലും കത്തി നശിച്ചു. സമരത്തെ തുടർന്ന് കുറെ കുടുംബങ്ങൾ തിരിച്ചു വരാത്ത വിധം കാട് കയറി മറഞ്ഞു. മുത്തങ്ങയിൽ തുടർന്നവർക്ക് മുതലാളിമാർ പണി കൊടുക്കാതെ മാറ്റി നിർത്തി. മാധ്യമങ്ങളുടെ മാനസപുത്രനായ AK ആന്റണിയെ അപ്പോഴും അവർ മാലാഖ ചമയിച്ചു. പോലീസ് നടപടിക്ക് 10 ദിവസം മുൻപ് പാലക്കാട് വെച്ച് അന്നത്തെ വനം വകുപ്പ് മന്ത്രി K സുധാകരൻ മുത്തങ്ങയിൽ പോലീസ് നടപടി വരുന്നുണ്ടെന്ന് പറഞ്ഞത് കോൺഗ്രസ് അറിവോടെ നടന്ന കലാപമാണിതെന്ന് ഉറപ്പിച്ചു. അന്നത്തെ KPCC അധ്യക്ഷൻ K മുരളീധരനും ആദിവാസികൾ അട്ടിയോടിക്കപ്പെടേണ്ടവരാണെന്ന നിലപാട് സ്വീകരിച്ചു. ആദിവാസികളുടെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും അവരുടെ ബോധത്തിലും അവരുടെ ആവശ്യങ്ങളിലുമൊക്കെ തന്നെ കുറെ കൂടി വ്യക്തത കൊണ്ടുവരാൻ മുത്തങ്ങ സമരത്തിനായി. വർഷങ്ങൾക്കിപ്പുറം തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയുന്ന ആന്റണിയുടെ കയ്യിലെ ചോരക്കറ അത്ര പെട്ടെന്നൊന്നും കഴുകിയാൽ മാഞ്ഞുപോകുന്നതല്ല. അരികുവൽക്കരിക്കപ്പെട്ട ഒരു ജനത ജീവിതത്തിനായി ജീവിക്കാനായി ഒരു തുണ്ട് ഭൂമി ചോദിച്ചപ്പോൾ അവരെ നേരിട്ട ലാത്തിയുടെയും വെടിയുണ്ടയുടെയും ശബ്ദം മുത്തങ്ങയുടെ ഉൾക്കാട്ടിൽ ഇപ്പോഴും ബാക്കിയാവുന്നുണ്ട്. മനുഷ്യനാണെന്ന പരിഗണന പോലും ലഭിക്കാതെ അടികൊണ്ട് കീറിയ തലയുമായി
പല നിലവിളികളും ഇപ്പോഴും അവിടെ രോദനമായി തുടരുന്നുണ്ട്. ഇതിനെല്ലാം രാഷ്ട്രീയ ആശീർവാദം നൽകിയ കോൺഗ്രസ് ചോരയൊലിപ്പിക്കുന്ന പല്ല് മറച്ചുവെച്ച് മനം മയക്കുന്ന ചിരിയുമായി ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ക്രൂരതകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു അപായമണിയുടെ ചരിത്രവുമായി കാണാം.